ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ബലേനോയുടെ ഡെൽറ്റ വേരിയന്റ് ആണ്. ഇത് സിഗ്മ വേരിയന്റ്. ഈ രണ്ട് വേരിയന്റുകളിൽ ഏതാണ് എടുക്കേണ്ടത്? കാര്യം ബലേനോ സിഗ്മ ആൻഡ് ഡെൽറ്റ തമ്മിൽ ഏകദേശം 95,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. 95,000 രൂപ അധികം കൊടുത്തിട്ട് ഡെൽറ്റ എടുക്കുന്നതാണോ ലാഭം, അതോ സിഗ്മ എടുത്ത് ആക്സസറി ചെയ്യുന്നതാണോ ലാഭം? അതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ ബലേനോയ്ക്ക് എത്ര രൂപയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഈ വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസ്, ഇതിൽ ഏതാണ് വാല്യൂ ഫോർ മണി, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ബലേനോയുടെ സിഗ്മ വേഴ്സസ് ഡെൽറ്റ ഏകദേശം 95,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഈ രണ്ട് വേരിയന്റുകൾ തമ്മിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയന്റുകളിൽ ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസ് വേരിയന്റ് നോക്കുന്നത്, അതായത് ഒരു ബലേനോ എടുത്തിട്ട് ആക്സസറി ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടത് ഈ ഒരു വേരിയന്റിലേക്കാണ്. കാരണം നിങ്ങൾക്ക് 95,000 രൂപ അധികം മുടക്കുന്ന ആ 95,000 രൂപ ഉണ്ടെങ്കിൽ അലോയ്സ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ്, ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ മിനിമം ഡെൽറ്റ വേരിയന്റെങ്കിലും എടുക്കണം. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ വേരിയന്റിലാണ്. ഇപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു വാഹനം നോക്കുന്നവർ ഓട്ടോമാറ്റിക് കൂടി കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷനിലും കാര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും കുറച്ചും കൂടി നല്ലത്. അത് AMT ആയതുകൊണ്ട് മൈലേജിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എൻ്റെ ഈ കളർ. ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡെൽറ്റ വേരിയന്റിലാണ്. ബേസ് വേരിയന്റിൽ ഈ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ അല്ല. ഇത് നമ്മൾ ലോങ്ങിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് പക്ക ഒരു ബ്ലാക്ക് കളറായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ബ്ലൂയിഷ് കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണത്. ഇനി ഈ രണ്ട് വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് സിഗ്മയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനായിട്ടുള്ള റീസൺ വരുന്നത് ഈ ഒരു പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ക്രോം ഫിനിഷിലേക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റെല്ലാ ലുക്കും കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്, ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. വേറെ DRL കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് ഹാലജനാണ്, ഹെഡ്ലൈറ്റ് ഹാലജനാണ്, പാർക്ക് ലൈറ്റ് ഉണ്ട്, അതും ഹാലജനാണ്. ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. വേറെ ബെമ്പറിൽ വരെ കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വേരിയന്റിലേക്ക് വന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് അവർ സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. LED കാര്യങ്ങളോ DRL കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നതല്ല, ഇത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്താണ്. ഏകദേശം 4,500 തൊട്ട് 5,500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് സിഗ്മ വേരിയന്റിലും ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. അറൌണ്ട് 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഈ വേരിയന്റിൽ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡിഫറൻസ് വരുന്നത് ഈ ഒരു ക്രോം ബാർ വന്നു എന്നുള്ളത് മാത്രമാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വാഹനങ്ങളിലെയും വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇത് സിഗ്മയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് വരുന്നത്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതിപ്പോൾ ഈ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം 3,000 രൂപയുടെ അടുത്താണ് ഷോറൂമിൽ കോസ്റ്റ് വരുന്നത്. വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം 15 ഇഞ്ച് വീൽസാണ്. 185, 65, R15 ആണ് ടയർ സൈസ് വരുന്നത്. ബേസ് വേരിയന്റിൽ വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നില്ല. ഒരു വൈറ്റ് ഫിനിഷിനാണ് ആ ഒരു സ്റ്റീൽ വീലിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലൊരു വീൽ ക്യാപ്പ് മാത്രമാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീൽസ് കാര്യങ്ങൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സെയിം ടയർ സൈസ് തന്നെയാണ് 185, 65, R15. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ആ രണ്ട് വേരിയന്റുകൾക്കും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഒരു വീൽ കപ്പ് അലോയ്സ് പോലെ ലുക്കുള്ള ഒരു വീൽ കപ്പുകൾ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അത് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസും ബോഡി കളറിൽ വരുന്നുണ്ട്. റെയിൻ ഗാർഡ് ഇപ്പോൾ രണ്ട് വാഹനങ്ങളിലും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ടോപ്പിൽ നോർമൽ ആൻറ്റിനാണ് രണ്ട് വാഹനങ്ങളും കൊടുത്തിരിക്കുന്നത്. ഷാർഫിൻ ആൻറ്റിനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ഈ ബലേനോ ഡെൽറ്റ വേരിയന്റിൽ ഈ ക്രോം ഫിനിഷ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ക്രോം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബേസ് വേരിയന്റിൽ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്നതാണ് ഡിസൈൻ വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്. ബാക്കിലെ ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോഗർ മാത്രമാണ് വരുന്നത്. വൈപ്പർ വാഷൊന്നും തന്നെ വരുന്നില്ല. ടെയിൽ ലൈറ്റ് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു 3 ജുവൽ ടൈപ്പിൽ ഇവിടെ നമുക്ക് ആ ടെയിൽ ലൈറ്റ് കാണാം. ടോപ്പ് ലൈറ്റ്, സ്റ്റോപ്പ് ലൈറ്റ് കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്തായിട്ട് ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ റിവേഴ്സ് ലൈറ്റും അത് ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ അങ്ങനെയൊന്നും തന്നെ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് അവൈലബിൾ ആണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള വീൽസ് തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ബലേനയ്ക്ക് വരുന്നത്. അതിനിവിടെ പിടിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
എല്ലാ ഫീച്ചേഴ്സും സിഗ്മയായിട്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ക്രോം ബാർ നമുക്ക് ബേസ് സിഗ്മ വേരിയന്റിലും വേണമെങ്കിൽ ആക്സസറൈഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നടുക്കൊരു ക്യാമറ കാണാം. ഇത് ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഡെൽറ്റ വേരിയന്റിൽ ക്യാമറ വരുന്നില്ല. ഇനി നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഇതിനകത്തും വരുന്നുണ്ട്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഈ മാറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ബ്ലാക്ക് ഫിനിഷിലുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് തൊട്ടേ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ 2 വേരിയന്റ് എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് സിമിലർ ലുക്ക്. ഇനി ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. ആദ്യം നമുക്ക് സിഗ്മ നോക്കാം. അപ്പോൾ സിഗ്മയിൽ നിന്ന് എന്തെല്ലാം അഡീഷണൽ ഡെൽറ്റയിൽ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ഡോർ ഹാൻഡിൽസ് ഇതിനകത്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. അത് ആ ബേസ് വേരിയന്റ് തൊട്ട് സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ കാണാം. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇത് സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സിമിലർ ഫാബ്രിക് വരുന്ന ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന സീറ്റുകൾ തന്നെയാണ് ഇതിനകത്ത് ശരിക്കും വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടെ തന്നെയാണ് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ബേസ് വേരിയന്റ് വരുന്നുണ്ട്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിന്റെ കീ. ബേസിക് ആയിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഇന്റീരിയർ ലേ ഔട്ടും ആ ഒരു കളർ ടോണും കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം ബ്ലാക്ക് ഫിനിഷിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്ക് വരുന്നില്ല. സ്റ്റിയറിംഗ് വീലിൽ പ്രത്യേകിച്ച് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് ഗ്രിപ്പ് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള RPM മീറ്ററും സ്പീഡോമീറ്ററും കാണാം. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. സെൻറ്ററിൽ നമുക്ക് നമ്മുടെ ഗിയർ ലിവറിന്റെ ടോപ്പ് വശത്ത് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. സെൻറ്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ്, മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs വരുന്നുണ്ട്. നമുക്കിവിടെ ടോപ്പിലായിട്ട് സൺവൈസേഴ്സ്, ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡറും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു ബലേനോ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ബെസ്റ്റ് വേരിയന്റ് ഈ ഒരു സിഗ്മ വേരിയന്റ് ആണ്. ഇനി നമുക്ക് ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയറിലെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 95,000 ഡിഫറൻസ് ആണ് വരുന്നത്. ആ ഡിഫറൻസിനുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ കളർ ടോണിലോ കാര്യങ്ങളോ ഒന്നും ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം കളർ ടോൺ കൊടുത്ത് വിടുന്ന സോഫ്റ്റ് ടച്ച് ആണ്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ഇതിനകത്ത് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ്. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അതിൽ സ്പീക്കർ ഗ്രില്ലുണ്ട്, സ്പീക്കർ ഇല്ല, പക്ഷേ ഇതിനകത്ത് സ്പീക്കർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു അപ്പോൾസറി വരുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ. ഇതിനകത്ത് സീറ്റ് ബെൽറ്റ്, സീറ്റ് കവർ കാര്യങ്ങളൊന്നും ആക്സസറൈഡ് ചെയ്തിട്ടില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ വേരിയന്റ് തൊട്ടിട്ടാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്കിവിടെ ഫ്യൂൽ ലൈറ്റും ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, നമുക്കിത് ഫോഗ് ലൈറ്റ് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഇതിൻ്റെയും കീ കാര്യങ്ങൾ സിമിലർ ആയിട്ടാണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ നോർമൽ കീ ആണ് 2 വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത്.
ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിഗ്മ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലി വന്നിരിക്കുന്നത് ഈ 7-ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം സ്റ്റിയറിംഗ് വീലാണ്, പക്ഷേ ഇതിനകത്ത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇതിനകത്ത് ഫോൺ ആൻഡ് മ്യൂസിക്കിന്റെ കൺട്രോൾസ് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്റ്റിയറിംഗ് വീലെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പ്രീമിയം ലുക്കിംഗ് സ്റ്റിയറിംഗ് വീലായിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഫോണിന്റെ കൺട്രോൾസും കാണാം. ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇതിനകത്തും ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തും ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നു. ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും സെക്കൻഡ് ഡെൽറ്റ വേരിയന്റ് തൊട്ട് നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ഡിഫറൻസ് ഈ ഒരു സ്ക്രീനാണ്. ഇത് കാര്യം ഒരു 7-ഇഞ്ചിന്റെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള മ്യൂസിക് ക്ലാരിറ്റി ഒക്കെ തരുന്ന ഒരു സ്ക്രീനാണ്. മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റം ആണ്. പ്രോ അല്ല. ഇതിനകത്ത് ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ വയറായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻ പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളൊരു പുറത്തുനിന്നുള്ളൊരു സിസ്റ്റം ആക്സസറൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ മ്യൂസിക്സ് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ക്ലാരിറ്റിയുള്ള സിസ്റ്റം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ അഡീഷണലി എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി ഉണ്ട്. ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ക്യാമറ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. 4 സ്പീക്കർ മാത്രമാണ് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡീസന്റ് മ്യൂസിക് ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. AMT ഗിയർ ലെവർ കാണാം. അതിന് ടോപ്പിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെന്റർ ആംബ്രസ്റ്റ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ്, ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. ബേസ് വേരിയന്റിൽ അത് വരുന്നില്ല. നമുക്ക് സെൻട്രൽ റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് നമ്മളുടെ സിഗ്മ വേരിയന്റിലും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഡെൽറ്റ വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഈ ഡെൽറ്റ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് അവേ വീട്ടിലേക്ക് വാഹനം ഓടിച്ചു പോകാം. പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ സിഗ്മ ആണെങ്കിൽ നമ്മൾ മ്യൂസിക് സിസ്റ്റം പോലെയുള്ള ഫീച്ചേഴ്സ് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് എല്ലാം ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. നല്ല സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. AC വെന്റ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിപ്പോൾ ബേസ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വാഹനത്തിൽ റീഡിംഗ് ലൈറ്റ് നമുക്ക് സെൻട്രൽ മൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഡെൽറ്റ വേരിയന്റിൽ ഫ്രണ്ട് മൗണ്ടറായിട്ടുള്ള റീഡിംഗ് ലൈറ്റും കൂടി അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ ഡെൽറ്റ വേരിയന്റിലും വരുന്നില്ല. നമുക്കിവിടെ ആ ഒരു സെയിം ഫാബ്രിക് കാര്യങ്ങൾ, പവർ വിൻഡോ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ്, സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിരിക്കുന്നു. AC വെന്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിലും നമുക്ക് ആ ഒരു 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് റീഡിംഗ് ലൈറ്റ് സെന്റർ മൗണ്ടറായിട്ടും വരുന്നുണ്ട്, ഫ്രണ്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബലെനോയിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ ഡീസെന്റ് ആയിട്ടുള്ള ഹെഡ്റൂം കാണാം. നിവർന്നിരുന്നാൽ പോലെ ഏകദേശം ഒരു 5 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ഈ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് അഡീഷണലി പാർസൽ ട്രേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലെനോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് സിഗ്മ ആൻഡ് ഡെൽറ്റ വേരിയന്റിൽ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നത്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 2 വാഹനങ്ങളിലും സെയിം 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ഈ ഡെൽറ്റ വേരിയന്റിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് AMT അവൈലബിൾ ആണ്. സിഗ്മയിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് വേണ്ടൊരു മിനിമം ഈ ഒരു വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. ഇപ്പോൾ മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 24.2 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കിന് സിമിലർ മൈലേജ് ആണ്. റിയൽ ലൈഫിൽ ഒരു 18-20 ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് ഈ വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ബലെനോയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പ്രൈസ് കിട്ടിയത്. ഈ ഏപ്രിൽ മാസത്തിൽ 50,000 രൂപയുടെ മൊത്തം ഓഫർ അവൈലബിൾ ആണ്. 25,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും
15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്. ഈ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ആ ഓഫർ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിഗ്മ വേരിയന്റിനും ഡെൽറ്റ, സീറ്റ, ആൽഫ അതിലെല്ലാം ഓട്ടോമാറ്റിക് വേരിയന്റിനും 25,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും മാനുവൽ വേരിയന്റുകൾക്ക് 20,000 രൂപയുടെ കൺസ്യൂമർ ഓഫറേ വരുന്നുള്ളൂ. അപ്പോൾ മൊത്തം 30,000 രൂപ മാനുവൽ വേരിയന്റുകൾക്കും ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്കും 35,000 രൂപയുടെ ഓഫർ ഒരുവിധം എല്ലാവർക്കും ലഭിക്കും. സിഗ്മ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 6,70,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,50,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ പ്രൈസ് ഓഫർ കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,50,000 രൂപയും ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് 9 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതല്ല, ഈ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് CNGയും കൂടി അവൈലബിൾ ആണ്. CNG വേരിയന്റിന് 9,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ പറഞ്ഞ പ്രൈസുകളിലൊന്നും നമ്മുടെ എക്സ്റ്റൻഡഡ് വാറന്റി ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എക്സ്റ്റൻഡഡ് വാറന്റി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. വാഹനം വരുന്ന സമയത്ത് വാഹനത്തിന് 3 കൊല്ലത്തെ വാറന്റി വരുന്നുണ്ട്. അഡീഷണലി നമ്മൾ എടുക്കുകയാണെങ്കിൽ 6 കൊല്ലം വരെ വാറന്റി അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്റ്റൻഡഡ് വാറന്റി വരികയാണെങ്കിൽ ഈ പ്രൈസിന്റെ കൂടെ പ്ലസ് അഡീഷണൽ എക്സ്റ്റൻഡഡ് വാറന്റിയും കൂടിയും വരും. പിന്നെ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും പ്രൈസ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു തരും. ഏപ്രിലിൽ പ്രൈസ് ഹൈക്ക് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബലേനോയ്ക്ക് പ്രത്യേകിച്ച് പ്രൈസ് ഹൈക്കോ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. കഴിഞ്ഞ മന്തിന്റെ ഓഫറിനേക്കാളും ഒരു 5,000 രൂപയുടെ ഓഫർ കുറവുണ്ട്. അതാണ് ശരിക്കും വന്നിരിക്കുന്നത്. ബലേനോ, സിഗ്മ ആൻഡ് ഡെൽറ്റ ഇതിനകത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ബലേനോ എടുത്തിട്ട് നിങ്ങൾ ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ ഗോ ഫോർ സിഗ്മ. നിങ്ങൾക്ക് ബെസ്റ്റ് വേരിയന്റ് ആണ്. ഞാൻ കുറേ ബലേനോ കണ്ടിട്ടുണ്ട് ബേസ് വേരിയന്റ് എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറി ചെയ്തിരിക്കുന്നത്. കാര്യം നിങ്ങൾ ഈ വാഹനത്തിൽ അഡീഷണലി പേ ചെയ്യേണ്ടത് 95,000 രൂപയാണ് ഡെൽറ്റയിലേക്ക്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ വാഹനം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സിഗ്മ വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഇവ 95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് ആക്സസറീസ് ചെയ്യാണ് എങ്കിൽ അലോയ്സ് ചെയ്യാം, മ്യൂസിക് സിസ്റ്റം ചെയ്യാം, സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോൾസ് ചെയ്യാം, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാറന്റിയുടെ ഇഷ്യൂസ് ഒന്നും വരാണ്ട് ചെയ്യുന്ന നല്ല സ്ഥലങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് സമയത്ത് ഷോറൂമിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുറത്തെ ബോഡി കളേർഡ് സംഭവങ്ങളെല്ലാം മീൻസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന എല്ലാം ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോൾസ് ഒന്നും ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് പുറത്തുനിന്ന് ആക്സസറീസ് ചെയ്ത് നിങ്ങളുടെ വാഹനം ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് സിഗ്മയിലേക്ക് പോകാം. അതല്ല, എനിക്ക് ഒരു ബലേനോ വേണം, ഓട്ടോമാറ്റിക് വേണം, അല്ലെങ്കിൽ മാനുവൽ വേണം, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അതിനകത്ത് തന്നെ വേണം, പുറത്തുനിന്ന് പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഗോ ഫോർ ഡെൽറ്റ. കാരണം 95,000 രൂപ അധികം കൊടുക്കുന്നുണ്ട്. ഒരു 60,000-65,000 രൂപയ്ക്ക് വേണ്ട അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ കൺട്രോള്, പിന്നെ എക്സ്റ്റീരിയറിലാണെങ്കിൽ വീൽ കപ്പിന്റെ ഒക്കെ ഒരു അഡീഷണൽ വീൽ കപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ബോഡി കളർഡ് ആവുന്നുണ്ട്. എല്ലാം ഫ്രണ്ടിലെ ക്രോം, ബാക്കിലെ ക്രോം കാര്യങ്ങൾ. അങ്ങനെ ഇപ്പൊ ബാക്കിൽ ഐസോഫിക് ചൈൽഡ് സീറ്റ്, ഇവിടെ സെന്റർ മൗണ്ട് റീഡിംഗ് ലൈറ്റ്, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രീമിയം വാഹനത്തിൽ വേണ്ട ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ഡെൽറ്റ വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഡിഫൈ ചെയ്യാനാണെങ്കിൽ സിഗ്മ എടുക്കുക. അതല്ല, നിങ്ങൾക്ക് ഒരു വാല്യൂ ഫോർ മണി കാർ ഒരു 9 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വേണം, അല്ലെങ്കിൽ 9 ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഗോ ഫോർ ബലേനോ ഡെൽറ്റ വേരിയന്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇഗ്നിസ് സീറ്റ വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വന്ന 1-2 കമന്റുകളാണ് ബലേനോ, സിഗ്മ ആൻഡ് ഡെൽറ്റ ചെയ്യും, കാര്യം സിമിലർ പ്രൈസ് ആണെന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് റീസൺ. ഇഗ്നിസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ വാഹനം നമ്മുടെ ബലേനോ തന്നെയാണ്. ഈ 2 വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. മീൻസ് ഇഗ്നിസ് വേഴ്സസ് ബലേനോയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാരുതി ടാറ്റയുടെ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.